ഇന്ന് നമ്മളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തീയലാണ്. ഉള്ളിത്തീയലിന് വേണ്ട ഉള്ളി ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തൊണ്ട് കളഞ്ഞ് ഒന്ന് കഴുകി അരിഞ്ഞെടുക്കാം. ഉള്ളി അരിയുമ്പോൾ ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. നല്ലപോലെ ഒരുപാട് കനം വേണ്ട, എന്നാൽ തീർത്ത് കനം കുറയ്ക്കുകയും ചെയ്യരുത്. ഇത്ര കനത്തിൽ അരിഞ്ഞെടുക്കണം. നമുക്ക് തേങ്ങ ഒരു ശകലം കുത്തി വറുത്ത് ഇടണം. പിന്നെ ഒരു വലിയ മുറി തേങ്ങ അരയ്ക്കണം. 1/4 കിലോ ഇഞ്ചിയേ ഉള്ളൂ, അല്ല 1/4 കിലോ ഉള്ളിയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു മുറി തേങ്ങ മതി. നമുക്ക് തേങ്ങ വറുക്കുന്നതിനകത്തോട്ടേ ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞിടാം. 2 കഷ്ണം. പുളി നമ്മൾ ആവശ്യത്തിനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിക്കകത്തോട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിടാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി വറുത്ത് ഇങ്ങനെ നല്ലപോലെ ചുമന്ന് ഒന്നേലൊന്ന് തൊടാതെ നല്ല വെറുവിറ കിടക്കണം. അടുത്ത നമുക്ക് ഈ തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് കോരിയിടാം. അച്ചമ്മച്ചി, ഇത് ബിരിയാണിക്കകത്തല്ലേ ഇങ്ങനെ വറുത്തിടുന്നത്? ബിരിയാണിക്കകത്ത് ഇങ്ങനെ വറുത്തിടുന്നത് ഉള്ളിയല്ല, സബോളയാണ്. സബോള നല്ലപോലെ ഈ കളറിന് വറുത്തെടുത്ത് ബിരിയാണിക്കകത്തിടും. ഈ വറുക്കുന്നത് തേങ്ങായ. ഇത് കണ്ടോ, ഇത് ഇതുപോലെ ചുമക്കണം. ചുവന്ന് കഴിയുമ്പോൾ കോരി ആ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ കൂടെയോട്ടിടും. ഇത് കണ്ടോ, ഉള്ളി വറക്കുമ്പോൾ ഇങ്ങനെ കിടക്കണം. ഇങ്ങനെ ഇത് അവല് പോലെ ഉണ്ടോ, കുഴഞ്ഞിരിക്കരുത്. ചുമ്മാ തിന്നാൻ കൊള്ളാവും? ചുമ്മാ തിന്നാൻ കൊള്ളാവോന്ന് ചോദിച്ചാൽ ഉള്ളി വറുത്തത് തിന്ന ഒരു രുചിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും കൂടെ ഇടാം. ഇഞ്ചിക്കകത്ത് ഉള്ളിയും തേങ്ങയൊക്കെ ഉണ്ട്. സാരമില്ല, 1-2 മുട്ടൊക്കെ കിടന്നാലും. ഉള്ളിത്തീയലിൻ്റെ അകത്ത് എല്ലാത്തിനാ ഇഞ്ചി ഇടുന്നത്? ഉള്ളിത്തീയലിനകത്ത് ഇഞ്ചി ഇടുന്നത് കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ. ഉള്ളിത്തീയലിനകത്ത് ഇഞ്ചി ചേർക്കണം. ഇഞ്ചി മൂത്തിട്ടുണ്ട്. ഇഞ്ചി കണ്ടോ, ഇവിടെ നമുക്ക് കോരി അതിനകത്തോട്ടിടാം. ഇനി ഇതെല്ലാം വറുത്ത് കോരിയ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ഈ തേങ്ങായും കൂടെ കുടഞ്ഞിട്ട് വറുത്തെടുക്കാം.
ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഊരിയിടാം. ഇനി വത്തലമുളക് പൊടിയില്ലെങ്കിൽ ഇതിനകത്തോട്ട് മുറിച്ചിടാം വത്തലമുളക്. നമുക്ക് ഇച്ചിരി പൊടി ചേർക്കാം. തേങ്ങ മൂത്ത് കഴിയുമ്പോൾ ഇച്ചിരി പൊടിയും കൂടെ നമുക്കിടാം. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തിരുന്ന് ഇച്ചിരി നേരം കൂടെ ഇളക്കുമ്പം ഇച്ചിരി കൂടെ മൂത്തോളും. ഇതിനകത്തിരുന്ന് ഇനിയും തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കണം. അപ്പം നമ്മൾ ഉള്ളിത്തീയലിനുള്ള അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി വറുത്ത ചട്ടിയിലേക്ക് തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് ചേർക്കാം. ഇനിയിപ്പോൾ ശകല എണ്ണ മതി. എന്നാന്ന് ചോദിച്ചെന്നാൽ ഈ വറുത്ത തേങ്ങയ്ക്ക് നല്ല എണ്ണയുണ്ട്, ഉള്ളിക്കും എണ്ണയുണ്ട്. അതുകൊണ്ട് ഉള്ളിയും കടുകുമൊക്കെ മൂക്കാനുള്ളതിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. കടുകിട്ട് കൊടുക്കാം. ഉള്ളിയും കൂടെ ഇട്ടു. നമുക്ക് വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇടാം. ഈ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്നത് കുടഞ്ഞിടാം. ഉള്ളി, തേങ്ങ, ഇഞ്ചി. ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ വെച്ച് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ടിരിക്കുക. തീ കൂട്ടിയിട്ടാലേ അരപ്പൊക്കെ കരിഞ്ഞു പോകും, ഉള്ളിയും കരിഞ്ഞു പോകും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തിളച്ച വെള്ളം, നമ്മുടെ തേങ്ങ അരച്ച ജാറിനകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് അയക്കാനായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി കുറച്ച് മതി, ചേർത്തിട്ട് വേണേൽ പുറകെ ചേർത്ത് കൊടുക്കാം. റെഡിയായോ ചമ്മത്തി? ഇല്ല, ഇച്ചിരി വെള്ളം കൂടെ കൊടുത്ത് അയച്ച് കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിക്കുന്നത്. ഇനി ഉള്ളിക്ക് ഉപ്പ് തിരുമ്മി വെച്ചതായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കാതെ വറുത്തത്. ഇച്ചിരി ഉപ്പും വേണം, ഇച്ചിരി പുളിയും വേണം. ലേശം പുളി കുറവുണ്ട്, ഇച്ചിരി പുളിയും കൂടെ ഒഴിച്ച് കൊടുക്കാം.
ഇനി ഇത് തിളയ്ക്കുമ്പോൾ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരും. വെള്ളം ചേർക്കാതെ നമ്മൾ തേങ്ങ അരച്ചതല്ലേ, എന്താ എണ്ണ തെളിഞ്ഞ് വരുന്നത്. അപ്പം നമ്മുടെ ഉള്ളിത്തീയൽ റെഡി. സദ്യക്കുള്ള തീയൽ റെഡി ആയിട്ടുണ്ട്. നാളെ അടുത്ത വിഭവമായിട്ട് കാണാം.